POC നടത്തുന്ന 2025 ജൂബിലി ലോഗോസ് ക്വിസിലെ POC തന്നെ ഉറപ്പു നൽകുന്ന 78 മാർക്കുകൾക്കുള്ള 400 ചോദ്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 1 തുടങ്ങി 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ: 318 ചോദ്യം, രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യത്തിൻ്റെ വചനത്തെ. 319 സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ, അതായത് എഫേസുസുകാർ, അവനിൽ മുദ്രിതമായിരിക്കുന്നത് ആരാലാണ്? വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 320 ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ്? പരിശുദ്ധാത്മാവ്. 321 എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത്. പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. 322 തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആരെ നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. 323 പൂരിപ്പിക്കുക: നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും ഡാഷിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം മഹത്വത്തിൻ്റെ, രണ്ടാമത്തെ ഡാഷിൻ്റെ ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും. ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര്? ദൈവം. രണ്ടാമത്തെ അധ്യായം 324 ചോദ്യം: ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടിയാണ്? യേശു ക്രിസ്തുവിനോടുകൂടെ. 325 യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ്? സ്വർഗത്തിൽ അവനോടുകൂടെ. 326 ദൈവം യേശു ക്രിസ്തുവിനോടുകൂടി നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടി ഇരുത്തിയത് എന്തിനാണ്? അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ. 327 അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഏത്? രക്ഷ. 328 നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്നാണ് എഫേസോസുകാരുടെ ലേഖനം 2-ാം അധ്യായം 8 പൗലോസ് പറയുന്നത്. വിശ്വാസം വഴി കൃപയാൽ. 329 അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? രക്ഷയെക്കുറിച്ച്. 330 നാം ആരുടെ കരവേലയാണ്? ദൈവത്തിൻ്റെ. 331 ദൈവത്തിൻ്റെ കരവേലയായ നാം യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ടാണ്. 332 ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ്? അപരിച്ഛേദിതർ. 2-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം: ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിൽ. 333 ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ്? പരിശുദ്ധാത്മാവിനാൽ. 334 എഫേസോസുകാർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞത് പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ്? സുവിശേഷത്തിൻ്റെ. 335 ആരുടെ കൃപാവരത്താലാണ്
പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത്? ദൈവത്തിൻ്റെ. മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം: വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ക്രിസ്തു. നാലാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ: 336 ചോദ്യം: നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? ക്രിസ്തുവിൻ്റെ ദാനത്തിന്. 337 ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ്? അസംഖ്യം തടവുകാരെ. 388 മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. 4-ാമത്തെ അധ്യായം 8-ാം വാക്യം: അവനാര്? ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. 339 ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നത്? സാത്താന്. 340 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 4-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം: വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത്? അജ്ഞത. 341 ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത്? വത്സല മക്കളെപ്പോലെ. 342 എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് നൽകുന്നത്? സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം. 343 പൂരിപ്പിക്കുക: ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തു. 344 സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ്? ക്രിസ്തുവിനെ. 345 ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? സുരഭില കാഴ്ചകളും ബലികളുമായി. 346 എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ്? വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. 347 ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 348 നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. 349 നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ്? കൃതജ്ഞതാസ്തോത്രം. 350 കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ്? ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ. 351 എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ്? പിതാവായ ദൈവത്തിന്. 352 പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 353 പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? ക്രിസ്തുവിനോട്. 354 ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്? പരസ്പരം വിധേയരായിരിക്കുവാൻ. 355 ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? കർത്താവിന് എന്ന പോലെ. 356 ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സഭയെ. 357 സഭ ക്രിസ്തുവിൻ്റെ ശരീരമെങ്കിൽ അതിൻ്റെ ശിരസ് ആരാണ്? ക്രിസ്തു. 358 ഭാര്യയുടെ ശിരസ് ആര്? ഭർത്താവ്. 359 സഭയാകുന്ന ശരീരത്തിൻ്റെ രക്ഷകനാര്? ക്രിസ്തു. 360 ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ. 5-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം: അവിവേകികളെപ്പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? വിവേകികളെപ്പോലെ. 6-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ: 361 തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ
എന്തിൻ്റെ കവചമാണ് ധരിക്കേണ്ടത്? നീതിയുടെ. 362 പൂരിപ്പിക്കുക. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ, പാദരക്ഷകൾ. 363 ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത്? വിശ്വാസത്തിൻ്റെ പരിച. 364 ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത്? രക്ഷയുടെ പടത്തൊപ്പി. 365 ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിൻ്റെ വാളേത്? ദൈവവചനം. 6-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള എക്സ്ട്രാ ചോദ്യം: ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? കർത്താവിൽ നിന്നും.